നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ ന്യൂസ് ഇമ്പാക്ട്. കാവമ്പടി റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി. സെന്റ് മേരീസ് കപ്പേളയ്ക്ക് സമീപമാണ് യാത്രക്കാരുടെ നടപടിക്കും കുഴി രൂപപ്പെട്ടത്. വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെക്കൻ മാറാടി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നടത്തി. യോഗം സംഘടിപ്പിച്ചത് മാറാടി മണ്ണത്തൂർ കവലയിലുള്ള SN ഓഡിറ്റോറിയത്തിൽ. KVVES സംസ്ഥാന കമ്മിറ്റി അംഗം CS അജ്മൽ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ. മൂവാറ്റുപുഴ നഗരസഭയിൽ വ്യാപക ക്രമക്കേട് നടത്തിയതായി CPIM. നഗരസഭാ സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. ലഹരിവിരുദ്ധ സന്ദേശം. വിവേകാനന്ദ വിദ്യാലയത്തിൽ ഓട്ടൻതുള്ളൽ. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ B ജയരാജാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. ലഹരിവിരുദ്ധ ക്ലാസും നടന്നു. മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖ രാമായണ ദിനാചരണം സംഘടിപ്പിച്ചു. ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഗൗരി ശങ്കരം ഊട്ടുപുരയിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കൂത്താട്ടുകുളം ശാഖ പ്രസിഡന്റ് AV നാരായണ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാവമ്പടി റോഡിലെ അപകടക്കുഴി നികത്താൻ നടപടി. മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയതിനെ തുടർന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നന്നാക്കി കുഴി അടയ്ക്കാൻ നടപടിയായത്. മൂവാറ്റുപുഴ കാവമ്പടി റോഡിൽ പൈപ്പ് പൊട്ടി കുഴി രൂപപ്പെട്ടത് മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയതിനെ തുടർന്ന് അടിയന്തരമായി അടയ്ക്കാൻ നടപടി. സെന്റ് മേരീസ് കപ്പേളയ്ക്ക് സമീപം യാത്രക്കാരുടെ നടുവടിക്കും വിധം വലിയ കുഴി രൂപപ്പെട്ടത് സംബന്ധിച്ച് വെള്ളിയാഴ്ച മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കാവമ്പടി റോഡിൽ ശനിയാഴ്ച രാവിലെയോടെ ഗതാഗതം നിയന്ത്രിച്ച വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ നടുവിലായി രൂപപ്പെട്ട വലിയ കുഴിയിൽ പൈപ്പ് പൊട്ടി വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഇതോടെ കാൽനട, ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായിരുന്നു. വാഹനങ്ങളുടെ 4 ചക്രങ്ങളും ചാടുന്ന വിധം കുഴി വികസിച്ചിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ അകപ്പെടുകയും ചെയ്തതോടെയാണ് ശനിയാഴ്ച രാവിലെ മുതൽ കാവമ്പടി റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെക്കൻ മാറാടി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. KVVES ജില്ലാ ട്രഷറർ CS അജ്മൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെക്കൻ മാറാടി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും ആദരിക്കലും സംഘടിപ്പിച്ചു. മാറാടി മണ്ണത്തൂർ കവലയിലുള്ള SN ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം KVVES സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ CS അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏകോപന സമിതിയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 9 എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലായിടത്തും വ്യാപാരി ദിനം ആഘോഷിക്കുമ്പോൾ വളരെ ചുരുങ്ങിയത് എൻ്റെ യൂണിറ്റുകളടക്കം 20-ൽ താഴെയുള്ള ആളുകൾ പങ്കെടുത്ത് പതാക ഉയർത്തി. ഞാനിപ്പോൾ കോലഞ്ചേരിയുടെ വ്യാപാരി ദിനം ആഘോഷിച്ച് അവിടെയും 20 താഴെ ആളുകൾ വന്നപ്പോൾ അവിടെ ഇന്ന് പൊതുയോഗം ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആകെ ഒരാഘോഷം ഇന്ന് പൊതുയോഗമായി വ്യാപാരി ദിനം ആചരിച്ച അല്ലെങ്കിൽ ഞാൻ അവിടെ ചോദിച്ചു എത്ര പേര് പങ്കെടുത്തു. 80 പേരിൽ 70-ന് മുകളിൽ ആളുകൾ ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞു. എന്ന് പറയുമ്പോൾ 98% ആളുകളും പങ്കെടുത്തത്. ഒരുപാട് മാറ്റങ്ങൾ. പുതിയ ആളുകൾ പൗലോസേട്ടൻ കാലങ്ങളോളം കൊണ്ടു നടന്നു. പൗലോസേട്ടൻ നേതൃത്വത്തിൽ ഇപ്പോഴും ആ ഒരു ശിക്ഷണത്തിൽ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്നൊരു സാധാരണ ഞാൻ അവിടെ പോകുമ്പോഴും കളർ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അവിചാരിതത്തിന് വെള്ളം ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു സൂര്യചേട്ടൻ സിൽക്കൊക്കെ ഇട്ടു എന്നതാണല്ലോ. ഇന്നത്തെ കളറില്ലാത്തതിൻ്റെ പിന്നെ ഇവന്മാരെ നിർബന്ധിച്ച് വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിഫോമായിട്ട് പരമാവധി ആളുകൾ വെള്ളം ഇടണം. വനിതകൾ സ്വയം പറഞ്ഞു ഞങ്ങൾ സെറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കാം. അപ്പോൾ ഒരു മാറ്റം വരുമ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങളിലും വന്നു എന്നുള്ളൊരു തെളിവ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മ. KVVES മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA കബീർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സിജു സെബാസ്റ്റ്യൻ സേവന പുരസ്കാര ദാനവും മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനു ചെറിയാൻ മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് VT സുനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് ട്രഷറർ ശങ്കർ T ഗണേഷ് വരവ് ചെലവ് കണക്കും യൂണിറ്റ് ഓഡിറ്റർ ജോബി മാത്യു ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TS മനീഷ്, യൂണിറ്റ് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സ്മിത പീലിപ്പോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.
മൂവാറ്റുപുഴ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടത്തിയതായി CPIM നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. മൂവാറ്റുപുഴ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വാർഡുകളിൽ വ്യാപക ക്രമക്കേട് നടത്തിയതായി പരാതി. പ്രധാനമായും 3, 9, 14, 30 വാർഡുകൾ കേന്ദ്രീകരിച്ച് ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി UDF വ്യാപക ക്രമക്കേട് നടത്തിയതായി CPIM ആരോപിച്ചു. വാർഡിൽ താമസമില്ലാത്തവരെയും വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞു പോയവരെയും വോട്ടുകൾ വ്യാജമായി ചേർക്കുന്നതായും ബന്ധുക്കളുടെ വീട്ടിൽ ജോലിക്കും പഠനത്തിനുമായി വന്ന് താമസിക്കുന്നു എന്ന വ്യാജരേഖയുണ്ടാക്കിയും വോട്ടുകൾ ചേർക്കുന്നതായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും CPIM ആരോപിച്ചു. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും വോട്ട് ചേർക്കുന്നതായി ബന്ധപ്പെട്ട് ഇത്തരം ക്രമക്കേടുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും CPIM പരാതി നൽകിയിട്ടുണ്ട്. വിവേകാനന്ദ വിദ്യാലയത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി ഓട്ടൻതുള്ളൽ അവതരണം നടത്തി. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V. ജയരാജാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. ഓട്ടൻതുള്ളലിന് ശേഷം ലഹരിവിരുദ്ധ ക്ലാസും നടന്നു. പുതുമയർന്ന രൂപത്തിൽ നടന്ന ക്യാമ്പയിൻ എല്ലാവരിലും കൗതുകമുണർത്തി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖയുടെ രാമായണ ദിനാചരണം മൂവാറ്റുപുഴ ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഗൗരീശങ്കരം ഊട്ടുപുരയിൽ നടന്നു. മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖയുടെ രാമായണ ദിനാചരണം ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഗൗരീശങ്കരം ഊട്ടുപുരയിൽ നടത്തി. മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖാ പ്രസിഡന്റ് AV നാരായണ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ചൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ചിന്തകളും ചർച്ചകളുമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്. അത് കൊച്ചുകുട്ടികൾക്കായാലും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരുടെ തലത്തിൽ രാമായണത്തെ എങ്ങനെ സ്വന്തമാക്കാം, അവരിലേക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ വീടുകളിൽ ഇല്ലങ്ങളിൽ ഉണ്ടാകണം. തുടർന്ന് രാമായണ പാരായണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. മരണമിക പരുവതിലുമൊരു കഴിവ് കണ്ടീല മാനവ വീരനു എന്നെ മറന്നിതു. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ആദ്യത്തെ ശ്ലോകം. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുംഗവം. മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖാ സെക്രട്ടറി കൃഷ്ണേന്ദു ശർമ്മ, ട്രഷറർ പ്രതീഷ് P. ഇളയത്, AV മനോജ് കുമാർ, സുമേഷ് ശർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. പേടിക്കപ്പള്ളി S. വളവ് വാണിക്കനാക്കുടി സെയ്ദ് 97 നിര്യാതനായി. ഖബറടക്കം നടത്തി ഭാര്യ ആമിന, മക്കൾ പരേതനായ മൈദീൻ, സലീം മൗലവി, സൽമത്ത്, ഉമ്മർ മൗലവി, ഇബ്രാഹിം, സൈനബ, ജാഫർ, മരുമക്കൾ അലിയാർ മൂവാറ്റുപുഴ, അഷറഫ് മൗലവി, ഷമീന, നിസ, ഫാത്തിമ, പാത്തുക്കുട്ടി, ആയിഷ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.